നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർഷൽ ആർട്ടിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ടുള്ള മെൻ്റലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എവിടെയാണ് ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോങ് വുഡ് എന്ന് പറയും. ലോങ് വുഡ് എന്ന് പറഞ്ഞാൽ നീളമുള്ള തടി, ഓക്കെ, ലോങ് വുഡ്. അപ്പോൾ അത് എല്ലാം എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലായുള്ള കാര്യത്തെ പറയുന്നതാണ്. മനസ്സെന്ന് പറയുന്നത് നമ്മൾ ജലത്തെ പോലെയാണ്. അതിനെ ഉപമിക്കാൻ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെച്ചാലും ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് മാറും. നമ്മുടെ മനസ്സങ്ങനല്ലേ, എന്ത് സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോഴും ആ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാനായിട്ട് മനസ്സിന് ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുങ്ഫു പോലുള്ള ആർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷാവോലിൻ ടെമ്പിളിലൊക്കെ ആൾക്കാർ ഈ വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് ഇങ്ങനെ കൈകൊണ്ട് അടിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൻ്റെ കരുത്ത് കിട്ടാനെന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ അത് മനസ്സിലാവണമെന്നില്ല. കാരണം അവിടെ ഒരു സിമിലാരിറ്റി ഉണ്ട്, ആ വെള്ളത്തിനൊരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റി വെച്ചിട്ടാണ് കൈകൊണ്ട് അടിക്കുന്നത്. പിന്നെ ചക്രങ്ങളിലും ഹസ്തചക്രങ്ങളിലും ചില പ്രത്യേകതകളുണ്ട്. അത് വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ ഏത് നാഡിയാണ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആയിട്ട് പഠി കിട്ടിയോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു ആർട്ട് അന്തർദേശീയ തലത്തിലേക്ക് വരുന്നത്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നല്ലതായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ വാട്ടറി ആയിട്ടുള്ള പല ആയുധങ്ങളുണ്ട്. മെറ്റൽ ആയതുകൊണ്ടല്ല, അതിൻ്റെ ഷേപ്പ് കൊണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോങ് വുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നീളമുള്ള ഒരു സംവിധാനമാണ് അല്ലേ ലോങ് വുഡ് എന്ന് പറയുമ്പോൾ. ഇനിയുള്ളത് വാട്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ ആയിരിക്കാം, ഇങ്ങനെയോ ഹാഫ് സർക്കിൾ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനൊരു വേവി ആയിട്ട് നമ്മൾ ഗായ് ഒക്കെ എഴുതല്ലേ, മലയാളത്തിൽ ഗായ് എഴുതുന്ന പോലെ വേവി ആയിട്ടുള്ളൊരു സംവിധാനത്തിനെയാണ് നമ്മൾ വാട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ആയുധങ്ങൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വടിയെടുത്ത് പയറ്റുന്നു എന്ന് കൂട്ടിയാട്ടെ, കോൽത്താരി ചെയ്യുന്നു. കോൽത്താരി ചെയ്യുമ്പോൾ അത് ശരിക്കും ലോങ് വുഡാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലായി, ലോങ് വുഡാണത്. അപ്പോൾ വാട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടറിയായിട്ട് കൂട്ടാം. എന്തുകൊണ്ടാണ്? അതിന് വൃത്താകാരമായ സംവിധാനമാണ്. അതിൻ്റെ മുട്ടുകളൊക്കെ എന്താണ്, മുഴകളൊക്കെ വലിപ്പത്തിലിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വാട്ടറി സംവിധാനമുണ്ട് അല്ലേ. ഇപ്പോൾ ഉറുമി എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ടെണ്ണം കൂടുന്നതാണ്. കാരണം അതിന് വാട്ടറി പോലെയുള്ള വളയാനുള്ള സംവിധാനമുണ്ട്, പ്ലസ് ലോങ് വുഡും ഉണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ആയുധങ്ങളുടെ ചേർച്ചയിൽ, ഞാനീ പറയുന്ന ഇൻ്റർനാഷണൽ തിയറിയാണ്, കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സംവിധാനമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ആഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ അവർക്കത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അവരുടെ ചിന്താ പദ്ധതികളെ മാറ്റിക്കൊണ്ട് വലിയൊരു തലത്തിൽ ഉയർന്ന് ചിന്തിക്കാനായിട്ട് അത് പ്രേരിപ്പിക്കും. കൃത്യമായി മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് വാട്ടർ വിടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് കൊണ്ടുള്ള ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് വുഡൻ ആയതുകൊണ്ട് വളർച്ചയെ കുറിക്കുന്നതാണ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ വുഡൻ ആയതുകൊണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശ്രദ്ധ പോരാ ആയുധത്തിൽ നമ്മൾ ഉറുമിയും അല്ലെങ്കിൽ വാളും പരിചയമൊക്കെ ചെയ്യുമ്പോൾ. കാരണം അത് വാട്ടറി ആയതുകൊണ്ട് മനസ്സാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. മറ്റേത് ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രം മതി. അത് വുഡിൽ, ലോങ് വുഡിൽ ഫിസിക്കലായ കാര്യം മതി. ഇതിലെന്ത് വേണം? മനസ്സ് വേണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഉറുമിയൊക്കെ പയറ്റുള്ളവർക്ക് അറിയാം. കാരണം ഉറുമിയുടെ അറ്റം എവിടെ നിൽക്കുന്നു എന്നുള്ള കാൽക്കുലേഷനാണ്. അത് കൃത്യമായി ചെയ്താലേ മറ്റേ ആളുടെ നമ്മൾ പരിചയക്കെട്ടൊക്കെ തട്ടാനും പിടിക്കാനും വെട്ടാനും ഒക്കെ പറ്റുള്ളൂ. എവിടെ വെട്ടണം, എവിടെ വലിക്കണം, എവിടെ കൊളുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ അതിനെ ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പയറ്റാൻ ഉപയോഗിക്കുന്ന അല്ലിത് വേറെ ചില പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്ന ലോങ് വുഡ് എന്നാണ്, നീളമുള്ള തടി എന്നുള്ളതാണ്. അപ്പോൾ ചൈനീസ് ഫെങ്ഷുയൊക്കെ അനുസരിച്ച് പറയുമ്പോൾ ലോങ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വളർന്നു തുടങ്ങുന്ന സമയത്ത് അവൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയറായിട്ട് മനസ്സിലായോ? അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ പോയി മെറ്റൽ എടുക്കാത്തത്. പലതരത്തിലാണത്. മാനസികമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, മറന്നു പോകരുത്. മാനസികമായിട്ടുള്ളതാണ്. അപ്പം മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലോങ് വുഡാണ്. ഇതൊരു ഇൻ്റർനാഷണൽ തിയറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോങ് വുഡിൽ ആദ്യം പയറ്റണമെന്ന് പറയുന്നത്. ലോങ് വുഡ് പയറ്റ് കഴിഞ്ഞാൽ അത് ഷോർട്ട് വുഡ് ആക്കി മാറ്റണം. അതാണ് നമ്മൾ പറയുന്ന കുറുവടി എന്ന് പറയുന്നത്. കുറുവടി അതാണ്, ഷോർട്ട് വുഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിന് ചില റൂട്ടുണ്ട്. അപ്പം ഇതിവിടെ കണ്ട് ഇവിടെ വണ്ണം കൂടിയിട്ട് ഇങ്ങോട്ട് വരും തോറും വണ്ണം ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, വണ്ണം കുറഞ്ഞാണ് വരുന്നത്. ഒരു മരം വളരുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടിവശത്താണ് തടിയുടെ വണ്ണം കൂടുതൽ. അത് ഗ്രിപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മേലോട്ട് വണ്ണം കുറഞ്ഞു വരിക. ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇലകൾ, ശിഖരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ ആദ്യം വുഡ് എന്ന് പറഞ്ഞാൽ നോർമൽ വുഡ് വളർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ
എങ്ങോട്ട് വളരണം എന്ന് ഡയറക്റ്റ് ചെയ്യുന്ന സംഗതിയാണ് ഈ ഒരു ഷേപ്പ്. ഇത്തരത്തിൽ ആയോധനത്തിലെ എല്ലാ കാര്യങ്ങളും മാനസികമായ ഒരു പക്വതയും പഠനവും ആവശ്യമാണ്. അപ്പോൾ ഇത് ലോങ് വുഡ് ആവാനുള്ള കാര്യത്തിന് വ്യത്യാസം ഇതാണ്. കാരണം വളരുന്ന ഒരു തടി പോലെ തന്നെയാണ് നമ്മൾ കുറുവടി വരുന്നത്. അപ്പോൾ അതിനകത്ത് ഷോർട്ടായിട്ടുള്ള വളരെ വേഗത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലുതെടുത്ത് പരിചയമുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കേണ്ടി വരും, ഇല്ലേ? ആ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് കുറുവടിയിൽ സാധ്യമാകുക. വ്യക്തമായി മനസ്സിലായി? ഇനി ഈ ചെറിയ കുറുവടിയിൽ പോലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഇതിപ്പോൾ ഒരു വുഡൻ ടൈപ്പ് ആണെങ്കിൽ ഇതിനൊരു വാട്ടർ ടൈപ്പ് കണ്ടന്റൂടെ വരികയാണെങ്കിൽ, ജലവുമായി ബന്ധപ്പെട്ടൊരു കണ്ടന്റൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഒരു വാട്ടർ ലെവലിൽ വരുന്ന സംഗതിയാണ് ഒറ്റ എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലായത്? ഇവിടെ നോക്കിയാൽ ഇവിടെ വാട്ടറിയാണ്. അപ്പം മുന്നോട്ടുള്ള ചലനങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു കൃത്യമായ ആ മൊനയും കൊടുത്തിട്ടുണ്ട്. വ്യക്തമായി ഇവിടെ കിട്ടുമോ? ഇപ്പോൾ ഒരു തട്ടിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആരംഭിച്ച് ഇവിടേക്ക് പോകുന്ന വേവി ആയിട്ടുള്ളൊരു സംവിധാനത്തിനാണ് നമ്മൾ ഒറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പയറ്റുകളെല്ലാം എന്തായിരിക്കും? വഴങ്ങിയുള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാട്ടറി എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇനി തട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പരിച, ഈ പരിച നോക്കണ്ടോ? വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി പരിചയം എന്താണെന്നുള്ളത്. അപ്പോൾ ആ പരിചയം എന്താണ്? വൃത്താകാരമാണ്. മനസ്സിലായില്ലേ? വൃത്താകാരമാണ്. ഇവിടുത്തെ ഓരോ മുഴകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം 5 മുഴകളാണുള്ളത്. അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ സാധനം, അല്ലേ? പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആകാശമാണ്. അതുകൊണ്ടാണ് നടുക്കത്തെ അതിന് അങ്ങനെ വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഇത് ഓരോന്ന് ടൈപ്പ് ഓഫ് ഫീഡിങ്ങുകൾ, അതായത് മുലക്കണ്ണുകൾ എന്നതിന് പറയുന്നത്. അപ്പോൾ മുലക്കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ കുട്ടിയെ എങ്ങനെയാണോ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യിക്കുന്നത് അത്തരത്തിലായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെയാണോ കയ്യിൽ നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചാർന്നിരിക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് ഈ കുഞ്ഞെങ്ങനെയാണോ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പരിധി എങ്ങനെ കൃത്യമായിട്ട് ചേർന്നിരിക്കണം. വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നീട്ടിക്കൊടുത്ത് പുറകോട്ട് വലിക്കാവുള്ളൂ. കാരണം പരിചയുടെ ചലനങ്ങളെല്ലാം തന്നെ വാട്ടറി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ പരിചയ്ക്ക് തട്ടുമല്ല ചെയ്യണത്, ഇങ്ങനൊരു വാട്ടറി ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. വ്യക്തമായി പിടികിട്ടിയോ? ഇനി നോക്കിയേ, ഈ ഒരു ആയുധം വെൺമഴു എന്ന് പറയുന്നത് മഴുവിൽ പരശുരാമൻ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന സംഗതിയാണ്. ഇതിൽ ഇവിടെ വാട്ടറിയാണ്, പക്ഷെ ഇവിടെ വുഡണാണ്. വ്യക്തമായി മനസ്സിലായോ? അപ്പോൾ വുഡും വാട്ടറും ചേർന്ന് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് നമുക്കറിയാലോ. ഒരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വളരും. അതിൻ്റെ ഡിസൈനിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളരിയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഖഡ്ഗശാസ്ത്രം എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ, ഒരു ബുക്ക് തന്നെയുണ്ട്. ആ ഖഡ്ഗശാസ്ത്രത്തിൽ വാളുകൾ ഉണ്ടാക്കേണ്ട മെത്തേഡുകൾ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ വിവരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കളരിപ്പയറ്റ് പഠിക്കുന്നവർ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമുക്ക് കഴിയില്ലേ? ക്ലിയർ ആയിട്ട് പിടികിട്ടോ? ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇതിപ്പോൾ മെറ്റലാണ് സാധനമെങ്കിലും ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് എന്താണ്? ഇത് വാട്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെ കുത്തുകളൊന്നും നേരെ കുത്തുമല്ല ചെയ്യേണ്ടത്. അതിന് ചില ആംഗിൾസിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഈ കത്തി നോക്കിയേ, ഈ കത്തി സ്ട്രെയിറ്റ് ആണ്. ഇതിൻ്റെ മേൽവശം മാത്രമേ എന്തുള്ളൂ? വളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊരു 90-95% വരെ ഇത് വുഡനാണ്. ഐഡിയ മനസ്സിലായി? വുഡൻ പിടികിട്ടി? ഈ ഒരു ഷേപ്പാണ് ഞാൻ പറയുന്നത്. അതിൽ 5% ചിലപ്പോൾ ഈ വളവെന്ന് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കണം ഇതിൻ്റെ പിടിയുടെ നിർണ്ണയം. വ്യക്തമായി പിടികിട്ടിയോ? അതനുസരിച്ചാണ് ഈ ആയുധം രൂപപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും മാനസികമായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ്ങും അതീവ രഹസ്യമായിട്ട് ഗുരുക്കന്മാർ സ്വന്തം ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചുകൂടെ? നമുക്കും കൂടുതൽ നന്നായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? പുതിയ തലമുറയെ വാർത്തെടുക്കണ്ടേ? ആയോധന കലയിൽ ഫിലോസഫിയുടെ, തത്വശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു വെച്ചത്. അല്ലാതെ നമ്മളൊരു ആയുധം എടുത്ത് കുത്താനും അത് പിടിക്കാനും വലിക്കാനും തിരിച്ചു കുത്താനും പൂട്ടാനും ഉള്ളതല്ല ആയോധന കല. അത് മാത്രമല്ല, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അറിവ് നമുക്ക് വേണം. അത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. അതിലാണ് നമ്മുടെ ഈ ആയോധന കലകളെല്ലാം നിലനിന്ന് പോരുക എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. അർത്ഥമുള്ള, അറിവുള്ള, അനുഭവമുള്ള ഗുരുക്കന്മാർ പുതിയതായിട്ട് വരട്ടെ. അവരിങ്ങനെയൊക്കെ ചിന്തിക്കട്ടെ. കലകൾ മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു വേറൊരു തലത്തിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.